ഡൽഹിയിലെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് രാജ്യസഭാംഗം എ റഹീം സുപ്രീം കോടതിയെ സമീപിച്ചു. ഡൽഹി പോലീസ് ഉപയോഗിക്കുന്ന ഫേഷ്യൽ റെക്കഗ്നീഷൻ ടെക്നോളജി തടയണമെന്നാണ് ആവശ്യം. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, കോടതി ഇതിനോടകം തന്നെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് സമരക്കാരെ നേരിട്ട രീതിയെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർത്തുകയാണ്. ഇപ്പോൾ എ റഹീം MP കോടതിയെ സമീപിക്കുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബാലു? റഹീം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഈ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിൽ റഹീം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഡൽഹി പോലീസ് ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്ത് ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജി, അതായത് ഈ ആളുകളുടെ സംബന്ധിച്ച് തിരിച്ചറിയുന്നതിനും മറ്റുമായി ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജിയും ബയോമെട്രിക് സർവേലൻസ് ടൂൾസും വ്യാപകമായി തന്നെ ഉപയോഗിച്ചിരുന്നു. ഇതിലൂടെ ലഭിക്കുന്ന, അതായത് ഈ ടൂളുകൾ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഡേറ്റ അത് യാതൊരു നിയമപരമായ സാധ്യതയും ഇല്ലാതെയാണ് ഈ ഡൽഹി പോലീസ് അത് ശേഖരിക്കുകയും അതുപോലെ തന്നെ അത് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് ഭരണഘടനയുടെ 14, 19, 21 അനുച്ഛേദങ്ങളുടെ ശക്തമായ ലംഘനമാണ് എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജി ഉൾപ്പെടെയുള്ള അതുപോലെ ബയോമെട്രിക് സർവേലൻസ് ടൂൾസ് ഉൾപ്പെടെ ഈ നിയമപരമായ അല്ലാതെ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം ഡൽഹി പോലീസിന് നൽകണമെന്നും ഈ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിൽ രാജ്യസഭാംഗം എ റഹീം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഹർജി അടുത്ത ആഴ്ച കോടതിയുടെ പരിഗണനയ്ക്ക് വരാനാണ് സാധ്യത. കുട്ടിസ്വാമി കേസിന് ശേഷം സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് നിലവിൽ റഹീം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.